വെൽക്കം ഡിയർ സ്റ്റുഡൻസ് ടു അറിയാം കൊമേഴ്സ്. നമ്മൾ ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന ടോപ്പിക്കിൽ പരിസ്ഥിതിയുടെ വിവിധ ബാഹ്യ ഘടകങ്ങളെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എക്കണോമിക് എൻവയോൺമെൻറ്റ് ഇൻ ഇന്ത്യ, അതായത് ഇന്ത്യയിലെ സാമ്പത്തിക പരിസ്ഥിതി എന്ന ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. ഇന്നത്തെ ടോപ്പിക് എക്കണോമിക് എൻവയോൺമെൻറ്റ് ഇൻ ഇന്ത്യ. Economic factors are one of the most important element in the external environment. ഒരു ബിസിനസ്സിൻ്റെ പരിസ്ഥിതി ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സാമ്പത്തിക ഘടകങ്ങൾ. സാമ്പത്തിക ഘടകങ്ങൾ ഉൾപ്പെടുന്ന പരിസ്ഥിതിയാണ് സാമ്പത്തിക പരിസ്ഥിതി എന്ന് പറയുന്നത്. ഈ ടോപ്പിക്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക പരിസ്ഥിതിയെക്കുറിച്ചാണ്. എക്കണോമിക് എൻവയോൺമെൻറ്റ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ സാമ്പത്തിക പരിസ്ഥിതി. The economic environment in India consists of various macro level factors. അതായത് ബിസിനസ്സിനെയും വ്യവസായങ്ങളെയും സ്വാധീനിക്കുന്ന സമ്പത്തിൻ്റെ ഉൽപ്പാദനവും വിതരണവുമായി ബന്ധപ്പെട്ട ബഹുതലത്തിലുള്ള നിരവധിയായ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ സാമ്പത്തിക പരിസ്ഥിതി. ഫാക്ടേഴ്സ് ഓഫ് എക്കണോമിക് എൻവയോൺമെൻറ്റ് ഇൻ ഇന്ത്യ, അതായത് ഇന്ത്യൻ സാമ്പത്തിക പരിസ്ഥിതിയുടെ വിവിധ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഫസ്റ്റ് ഫാക്ടർ ഈസ് സ്റ്റേജ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രി, രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിയുടെ വിവിധ ഘട്ടങ്ങൾ. രണ്ടാമത്, ദ എക്കണോമിക് സ്ട്രക്ചർ ഈസ് ഇൻ ദ ഫോം ഓഫ് മിക്സഡ് എക്കണോമി, അതായത് പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും അംഗീകാരമുള്ള ഒരു സമ്മിശ്ര സമ്പദ്ഘടനയാണ് ഇന്ത്യയുടേത്. നെക്സ്റ്റ് വൺ ഈസ് എക്കണോമിക് പോളിസീസ് ഓഫ് ദ ഗവൺമെൻറ് ഇൻക്ലൂഡിംഗ് ഇൻഡസ്ട്രിയൽ, മോണിറ്ററി ആൻഡ് ഫിസ്ക്കൽ പോളിസീസ്. സർക്കാരിൻ്റെ വ്യാവസായികവും ധനപരവും നികുതി സംബന്ധിച്ചതുമായ സാമ്പത്തിക നയങ്ങളും ഇന്ത്യൻ സാമ്പത്തിക പരിസ്ഥിതിയിൽ ഉൾപ്പെടുന്നു. എക്കണോമിക് പ്ലാനിംഗ് ഇൻക്ലൂഡിംഗ് 5-year പ്ലാൻസ്, ആനുവൽ ബഡ്ജറ്റ്സ് ആൻഡ് സോ ഓൺ. പഞ്ചവത്സര പദ്ധതികൾ, വാർഷിക ബജറ്റുകൾ ഉൾപ്പെടെയുള്ള സാമ്പത്തിക ആസൂത്രണവും ഇന്ത്യൻ സാമ്പത്തിക പരിസ്ഥിതിയിൽ ഉൾപ്പെടുന്നു. നെക്സ്റ്റ് ഈസ് എക്കണോമിക് ഇൻഡിസസ്, അതായത് സമ്പദ്ഘടനയുടെ വളർച്ചാ സൂചകങ്ങളായ ദേശീയ വരുമാനം, വരുമാന വിതരണം, ഉൽപ്പാദന നിരക്കും വളർച്ചയും, ആളോഹരി വരുമാനം, സമ്പാദ്യങ്ങളുടെയും നിക്ഷേപങ്ങളുടെയും തോത്, കയറ്റുമതി ഇറക്കുമതി തോത് എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. നെക്സ്റ്റ് ഫാക്ടർ ഈസ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫാക്ടേഴ്സ് സച്ച് ആസ് ബാങ്ക്സ്, ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് എക്സെട്ര. എന്നുവെച്ചാൽ അടിസ്ഥാന സൗകര്യങ്ങളായ ധനകാര്യ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, വാർത്താവിനിമയം, ഗതാഗത സൗകര്യങ്ങൾ ഇവയൊക്കെ അതിൽ ഉൾപ്പെടും. ഇത്രയും ഘടകങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇന്ത്യയുടെ സാമ്പത്തിക പരിസ്ഥിതി. ഇന്ത്യയിലെ സാമ്പത്തിക പരിസ്ഥിതിയുടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പ്രത്യേകതകളൊക്കെ ഇന്ത്യയിലെ ബിസിനസ് മാനേജർമാർ മനസ്സിലാക്കി ഈ ഘടകങ്ങൾ തങ്ങളുടെ ബിസിനസ്സിനെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് വിശകലനം ചെയ്യുകയും വേണം. അതിൻ്റെ കാരണം സർക്കാർ നയങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ ബിസിനസ്സിൻ്റെ സാമ്പത്തിക പരിസ്ഥിതി സ്ഥിരമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. ഇനി നമുക്ക് എക്കണോമിക് എൻവയോൺമെൻറ്റ് ഇൻ ഇന്ത്യ അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്, അതായത് ഇന്ത്യ സ്വതന്ത്രമായ കാലത്തുള്ള ഇന്ത്യയുടെ സാമ്പത്തിക പരിസ്ഥിതി എങ്ങനെയായിരുന്നു എന്ന് പരിശോധിക്കാം. ദ ഇന്ത്യൻ എക്കണോമി വാസ് മെയിൻലി അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഇൻ നേച്ചർ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പ്രധാനമായും കാർഷിക ഗ്രാമീണ സ്വഭാവമുള്ളതായിരുന്നു. About 70% ഓഫ് ദ വർക്കിംഗ് പോപ്പുലേഷൻ വാസ് എംപ്ലോയിഡ് ഇൻ അഗ്രികൾച്ചർ. തൊഴിലെടുക്കുന്നവരിൽ 70% പേർ കാർഷിക മേഖലയിലുള്ളവരായിരുന്നു. About 85% ഓഫ് ദ പോപ്പുലേഷൻ വാസ് ലിവിങ് ഇൻ വില്ലേജസ്. 85% പേർ ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്നവരായിരുന്നു. പ്രൊഡക്ഷൻ വാസ് ക്യാരിഡ് ഔട്ട് യൂസിങ് ലോ പ്രൊഡക്ടിവിറ്റി ടെക്നോളജി. ഉൽപ്പാദനക്ഷമത വളരെ കുറഞ്ഞ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചായിരുന്നു അക്കാലത്ത് ഉൽപ്പാദനം നടത്തിയിരുന്നത്. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വെയർ വൈഡ് സ്പ്രെഡ് ആൻഡ് മോർട്ടാലിറ്റി റേറ്റ്സ് വെയർ ഹൈ. പകർച്ചവ്യാധികൾ വ്യാപകമാവുകയും മരണനിരക്ക് ഉയരുകയും ചെയ്തിരുന്നു. സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് വളരെയധികം സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്ക അവസ്ഥയിലായിരുന്നു ഇന്ത്യ. ആ സമയത്തുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാർ ചില നടപടികളൊക്കെ സ്വീകരിച്ചു. കൺട്രോളിങ് സർട്ടൻ ഇൻഡസ്ട്രീസ് ബൈ സ്റ്റേറ്റ്, ചില വ്യവസായങ്ങൾ രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക, സെൻട്രൽ പ്ലാനിംഗ്, കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കുക, റെഡ്യൂസ്ഡ് ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈവറ്റ് സെക്ടർ, സ്വകാര്യ മേഖലയുടെ പ്രാധാന്യം കുറയ്ക്കുക എന്നിവയൊക്കെയായിരുന്നു അത്.
സ്വതന്ത്ര ഭാരതത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ എടുത്ത നടപടികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സെൻട്രൽ പ്ലാനിംഗ് അഥവാ കേന്ദ്രീകൃത ആസൂത്രണം. ഇനി നമുക്ക് അന്നത്തെ കേന്ദ്രീകൃത ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്ത്യാസ് ഡെവലപ്മെൻറ്റ് പ്ലാൻസ്, ഇന്ത്യയുടെ വികസന പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ. ഫസ്റ്റ് പോയിന്റ്, ഇനീഷ്യേറ്റ് റാപ്പിഡ് എക്കണോമിക് ഗ്രോത്ത് ടു റേസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, റെഡ്യൂസ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് പോവേർട്ടി. ജീവിത നിലവാരം ഉയർത്തുന്നതിനും അതുപോലെ തൊഴിലില്ലായ്മ, ദാരിദ്ര്യം എന്നിവ കുറയ്ക്കുന്നതിനുമൊക്കെ ത്വരിതഗതിയിലുള്ള ഒരു സാമ്പത്തിക വികസനത്തിന് മുൻകൈ എടുക്കുക. സെക്കൻഡ് വൺ, ബിക്കം സെൽഫ് റിലയൻറ്റ് ആൻഡ് സെറ്റപ്പ് എ സ്ട്രോങ് ഇൻഡസ്ട്രിയൽ ബേസ്. സ്വയം പര്യാപ്തമായ ഒരു വ്യാവസായിക അടിത്തറ കെട്ടിപ്പടുക്കുക. തേർഡ് പോയിന്റ്, റെഡ്യൂസ് ഇൻഈക്വാലിറ്റീസ് ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. വരുമാനത്തിലും സമ്പത്തിലുമുള്ള അസമത്വം കുറച്ചു കൊണ്ടുവരിക. ഫോർത്ത് പോയിന്റ്, അഡോപ്റ്റ് എ സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് ഡെവലപ്മെൻറ്റ് ബേസ്ഡ് ഓൺ ഈക്വാലിറ്റി ആൻഡ് പ്രിവെൻറ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മാൻ ബൈ മാൻ. അതായത് തുല്യതയിലൂന്നിയ, മനുഷ്യന്മാർ തമ്മിൽ ചൂഷണം ചെയ്യാത്ത സോഷ്യലിസ്റ്റ് രീതിയിലുള്ള വികസനം അനുവർത്തിക്കുക. സാമ്പത്തിക ആസൂത്രണത്തെപ്പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ സാമ്പത്തിക ആസൂത്രണത്തിന് അനുസൃതമായിട്ട് സർക്കാർ അടിസ്ഥാന സൗകര്യ വ്യവസായങ്ങളിൽ, അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡസ്ട്രീസിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മുൻതൂക്കം നൽകി. എന്നാൽ ഉപഭോക്തൃ ഉൽപ്പന്ന വ്യവസായങ്ങളിൽ, അതായത് കൺസ്യൂമർ പ്രോഡക്റ്റ് ഇൻഡസ്ട്രീസിൽ സ്വകാര്യ മേഖലയ്ക്കാണ് പ്രാധാന്യം നൽകിയത്. At the same time, the government imposed several restrictions, regulations and controls on the working of private sector enterprises. അതായത് അതേസമയം തന്നെ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിരവധി വ്യവസ്ഥകളും ചിട്ടകളുമൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ട് വളരെ കർശനമായ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തുകയുണ്ടായി. In 1991, the economy faced a serious foreign exchange crisis. 1991 ഉയർന്ന കാർഷിക വിളവ് ലഭിച്ചിട്ടുപോലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വിദേശ നാണ്യ പ്രതിസന്ധി, ഉയർന്ന സർക്കാർ ധനക്കമ്മി, അതുപോലെ തന്നെ ക്രമാതീതമായ വിലക്കയറ്റം തുടങ്ങിയ ഗുരുതരമായ പ്രതിസന്ധികൾ നേരിടുകയുണ്ടായി. ഇന്ത്യ രാജ്യം നേരിട്ട ഗുരുതരമായ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നും മോചനം നേടുന്നതിനായി 1991 കേന്ദ്ര സർക്കാർ പുതിയ സാമ്പത്തിക നയം അവതരിപ്പിച്ചു. ആ സാമ്പത്തിക പരിഷ്കരണങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായിരുന്നു പുതിയ വ്യാവസായിക നയം. ഈ വ്യാവസായിക നയത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്കിനി മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ, ദ ഗവൺമെൻറ് റെഡ്യൂസ്ഡ് ദ നമ്പർ ഓഫ് ഇൻഡസ്ട്രീസ് അണ്ടർ കമ്പൽസറി ലൈസൻസിങ് ടു 6. നിർബന്ധിത ലൈസൻസിങ് ആവശ്യമുണ്ടായിരുന്ന വ്യവസായ സ്ഥാപനങ്ങളുടെ എണ്ണം കേവലം 6 ചുരുക്കുകയുണ്ടായി. Second, the role of the public sector was limited only to 4 industries of strategic importance. അതായത് തന്ത്രപ്രധാനമായ കേവലം 4 മേഖലകൾക്ക് മാത്രമായി പൊതുമേഖലയുടെ പ്രസക്തി പരിമിതപ്പെടുത്തുകയും ചെയ്തു. തേർഡ് വൺ, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് വാസ് carried out in case of many public sector industrial enterprises. അതായത് നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിറ്റഴിക്കാനുള്ള തീരുമാനമെടുത്തു. Fourth point is, in many activities 100% foreign direct investment, that is FDI, was permitted. അതായത് വിദേശ മൂലധനത്തോടുള്ള നയങ്ങളിൽ സർക്കാർ അയവ് വരുത്തുകയും അതിൻ്റെ ഭാഗമായി പല മേഖലകളിലും 100% തന്നെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം അനുവദിക്കുകയും ചെയ്തു. ഫിഫ്ത്ത് വൺ, ഓട്ടോമാറ്റിക് പെർമിഷൻ വാസ് നൗ ഗ്രാൻറ്റഡ് ഫോർ ടെക്നോളജി എഗ്രിമെൻറ്റ്സ് വിത്ത് ഫോറിൻ കമ്പനീസ്. എന്ന് വെച്ചാൽ വിദേശ രാജ്യത്തുള്ള കമ്പനികളുമായി സാങ്കേതിക ഉടമ്പടികൾ ഉണ്ടാക്കാൻ സ്വമേധയാ അനുവാദം നൽകാൻ സർക്കാർ തീരുമാനിച്ചു. ലാസ്റ്റ് പോയിന്റ്, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ് FIPB വാസ് സെറ്റപ്പ്. എന്ന് വെച്ചാൽ വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഒരു വിദേശ നിക്ഷേപ പ്രോത്സാഹന ബോർഡ് തന്നെ സ്ഥാപിക്കുകയുണ്ടായി. ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇപ്പോൾ നമ്മൾ പഠിച്ച വ്യാവസായിക നയം. ഈ വ്യവസായ നയം വ്യവസായങ്ങളെ അന്നുണ്ടായിരുന്ന ലൈസൻസിങ് സമ്പ്രദായങ്ങളുടെ വിലങ്ങുകളിൽ നിന്ന് സ്വതന്ത്രമാക്കുക, അതായത് ഉദാരവൽക്കരണം, അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രസക്തി ഗണ്യമായി കുറയ്ക്കുക, എന്നുവെച്ചാൽ സ്വകാര്യവൽക്കരണം, ഇന്ത്യൻ വ്യാവസായിക വികസനത്തിൽ വിദേശ സ്വകാര്യ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുക, ആഗോളവൽക്കരണം, ഇവയൊക്കെ ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഈ 3 ഘടകങ്ങളെയും കുറിച്ച് കൂടുതൽ വിശദമായി നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം.